അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒന്ന് എന്നെഴുതിയത് കണ്ടാൽ ഭയപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. ഒന്ന് എന്നെഴുതൂലേ, അത്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, പണ്ട് ചെറുപ്പത്തിലുള്ള ഒരനുഭവമാണ്. വളരെ ചെറുതാകുമ്പോൾ മദ്രസയിൽ പോയി അവിടെയുള്ള ഉസ്താദ് ബോർഡിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, അലിഫ്. അപ്പം അത് പഠിപ്പിച്ചു കൊടുത്തു. 1.5 മണിക്കൂർ സമയം. മദ്രസയൊക്കെ വിട്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ ടീച്ചർ വന്ന് ബോർഡിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, 1. അപ്പോൾ കുട്ടി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല, ഇത് അലിഫ് എന്നാണല്ലോ. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരച്ചാൽ 1 എന്ന് വായിക്കണം എന്ന് അവൻ മനസ്സിലാക്കി. പിറ്റേന്നാൾ രാവിലെ മദ്രസയിൽ പോയി ഉസ്താദ് ബോർഡിൽ ഇങ്ങനെ വരച്ചിട്ട് എന്താണ് വായിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, 1. ഉസ്താദ് അടിച്ചു. ഇത് അലിഫാണെന്നറിയില്ലേ എന്ന് ചോദിച്ചു. കിട്ടിയ അടിയുടെ വേദന കൊണ്ട് അവൻ തിരുത്തി മദ്രസ വിട്ട് സ്കൂളിൽ പോയി ടീച്ചർ ഇങ്ങനെ വരച്ചപ്പോൾ പറഞ്ഞു, അലിഫ്. അവിടുന്ന് അടി കിട്ടി. അപ്പം ഇങ്ങനെ പുത്തനെ ഒരു വര കണ്ടാൽ പിന്നെ അയാൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. എന്തു പറഞ്ഞാലാണ് അടി കിട്ടുക? ഇത് അറിവ് കൈമാറുന്നതിൽ പരസ്പര ബന്ധമില്ലാതെ മനുഷ്യൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ബോധ്യമില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെ അസ്വസ്ഥതയും അനുഭവ പാഠവുമാണ്. പരിശുദ്ധ ഖുർആൻ നയിക്കുന്ന അറിവിൻ്റെ പ്രത്യേകത അത് മനുഷ്യനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് വെറുതെ വായിക്കാനല്ല, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നാണ്. വെറുതെ പറഞ്ഞതുമല്ല, ചുറ്റുപാടുകളിലുള്ള തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ നല്ല ഒരു നാടും നഗരവും ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന അന്വേഷണത്തിൻ്റെ വഴിയിലാണ് ഇഖ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. 6236 ആയത്തുകൾ അവതരിച്ച് കഴിയുന്നത് വരെ ഹിറാ ഗുഹയെന്ന വിദ്യാലയത്തിൽ ഇരിക്കുകയല്ല, ലഭിച്ച ഓരോ വാക്യത്തിനുമനുസരിച്ച് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ച് പ്രവർത്തന വഴിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഒടുവിലെ ആയത്തിറങ്ങിയതോടെ ജീവിതം അവസാനിച്ച ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ളത്. അതിൻ്റെ ഒരു മറുവായനയാണ് അവസാനം ആത്മാവ് വിട്ടുപിരിയുന്നത് വരെ തുടരേണ്ട ഒന്നാണ് പഠനം എന്നത്. അപ്പോൾ മനുഷ്യനെ പൂർണ്ണമായി കാണുകയും അറിവിനെ അമലിനോടൊപ്പം, പ്രവർത്തനത്തോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെടുകയും ഈ മഹത്തായ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.